ഹാഷ്മി നമസ്കാരം. വീണ്ടും നിങ്ങളോ? എനിക്കെതിരെ എന്തൊക്കെ സംസാരിക്കണമെന്നും ഏതൊക്കെ ഭാഷയിൽ സംസാരിക്കണമെന്നും നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോഴാണ് പകച്ചുപോയി എന്റെ ബാല്യം. ഹാഷ്മി അവിടെ നെറുകേട് കാണിക്കുമെന്നും ഇന്നലകളിൽ ഞാനുമായി ഉണ്ടായ സംവാദത്തിൽ ഹാഷ്മിക്കുണ്ടായ ക്ഷീണം തീർക്കാൻ വേണ്ടി ഹാഷ്മി നെറുകേട് കാണിക്കുമെന്ന് എൻ്റെ അടുത്ത് പല സുഹൃത്തുക്കളും പറഞ്ഞു. അപ്പോഴും ഹാഷ്മിക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ ഹാഷ്മി വിളിക്കുന്ന ആള് ഉമ്മയുടെ ഭർത്താവ് തന്നെയാണ് ഹാഷ്മിയുടെ വാപ്പയെങ്കിൽ ഈ ഡയലോഗ് ഫ്ലാഷ് ബാക്ക്. നമ്മുടെ അച്ഛൻ അമ്മ ചൂണ്ടിക്കാണിച്ചാളോ നമ്മുടെ അച്ഛൻ, അത് നമ്മൾ മാറ്റും. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. അഖിൽ മാരാറിന്റെ അച്ഛന്റെ പേരില്ലാതെ മാരാറിനെ ചോദിച്ചതിനേക്കാൾ ഭേദമാണ് ഭർത്താവിന്റെ പേര് ചേർക്കുന്നത്. ഏതൊക്കെ സംസാരിക്കണമെന്നും ഏതൊക്കെ ഭാഷയിൽ സംസാരിക്കണമെന്നും നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ ഉള്ളിലെ പകയും വിദ്വേഷവും എനിക്ക് മനസ്സിലായത്. ഹാഷ്മിക്ക് പറയാവോ ഞാൻ മാറ്റി പറഞ്ഞ 5 അഭിപ്രായങ്ങൾ? അല്ല, താങ്കൾ മാറ്റി പറഞ്ഞല്ലോ നിലപാടുകളും. ഇപ്പം അഖിൽ മാരാർ ബി ജെ പി വിമർശിക്കും, ബി ജെ പി അനുകൂലിക്കും, കോൺഗ്രസിനെ വിമർശിക്കും, കോൺഗ്രസിനെ അനുകൂലിക്കും. സത്യവും ശരിയും എപ്പോഴൊക്കെ ബി ജെ പിയുടെ ഒപ്പം നിന്നിട്ടുണ്ടോ, സത്യവും ശരിയും എപ്പോഴൊക്കെ എന്റെ രാജ്യത്തിനൊപ്പം നിന്നിട്ടുണ്ടോ, അപ്പോഴൊക്കെ ഞാൻ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു സ്വതന്ത്ര ഇന്ത്യൻ പൗരനാണ് ഹാഷ്മി. അതുകൊണ്ടാണ് നിലപാട്, അത് പലപാടാണ്. ഒരു സ്വതന്ത്ര ഇന്ത്യൻ പൗരന് നിലപാട് എഴുതാൻ അറിയാവോ അഖിൽ മാരാരെ? എനിക്ക് അറിയത്തില്ല. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. അപ്പോഴൊക്കെ ഞാൻ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ഹാഷ്മിക്ക് പൊള്ളുന്നത് ഹാഷ്മിയുടെ ഉള്ളിൽ കിടക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം മറ്റൊന്നായതുകൊണ്ടാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. പൊതുസമൂഹത്തിന് ഒന്നും ബാധിക്കാത്ത ഒരു വിഷയത്തിലും ഞാൻ നാളിതുവരെ ഒരു അഭിപ്രായം പറഞ്ഞു മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല. മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു അഭിപ്രായ നിലപാട് വ്യത്യാസവും ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്നിരിക്കെ ഞാൻ ഉയർത്തിയ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാൻ ഹാഷ്മി തയ്യാറായോ? ഹാഷ്മി ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്? நான் செஞ்ச கொலைக்கு அம்பிய ஏண்டா சித்திரவதை பண்ற? சார், யார் சார் அடிச்சா? ஏன் இப்படி கீழே வந்து கிடக்குறேன்?